ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലെ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മേഴ്സ്ക് ലൈനിൻ്റെ സാൻ ബെർണാർഡോ എന്ന ഷിപ്പ് കണ്ടെയ്നറുമായിട്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. 12-ാം തീയതി തന്നെ ഈ പറയുന്ന സാൻ ബെർണാർഡോ എന്ന ഷിപ്പിൽ നിന്നും കണ്ടെയ്നർ അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പോർട്ടിനകത്ത് അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആ അൺലോഡ് ചെയ്ത് വെക്കുന്ന കണ്ടെയ്നറെ കൊണ്ടുപോകാൻ 2 ഷിപ്പ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് സീസ്ബാൻ സാന്തോസ്, മറ്റൊന്ന് മാരിൻ അസൂർ. ഈ 2 ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. കാരണം 80% ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട്. നമുക്ക് പുതുതായി എത്തുന്ന 2 ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് നോക്കേണ്ടത് മാരിൻ അസൂർ എന്ന ഷിപ്പിൻ്റെ ഡീറ്റെയിലാണ്. ഷിപ്പിൻ്റെ ഷെഡ്യൂൾ നമുക്ക് നോക്കാം. 10-ാം തീയതി 10/7/2024 8 PM കൊളംബോ പോർട്ടിൽ എത്തും എന്നാണ് അറിയുന്നത്. 12/7/2024 4 PM നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്ത് എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് 12-ാം തീയതി തന്നെ നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞാൽ JNBT മുൻഡ്ര കൊളംബോ പോർട്ടിലേക്ക് ഷിപ്പ് പോകും. നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. IMO നമ്പർ 9632492, ഫ്ലാഗ് പനാമയാണ്. ഇനി നമുക്കറിയേണ്ടത് ഷിപ്പിൻ്റെ ഡയമെൻഷനാണ് അറിയേണ്ടത്. ഓവറോൾ ലെന്ത് 250 മീറ്ററാണ്. ബെർത്ത് ആയിക്കോട്ടെ 37.4, മാക്സിമം ഡെപ്ത് 22.1, മാക്സിമം ഡ്രാഫ്റ്റ് 14, മാക്സിമം സ്പീഡ് 21.6. ഇതാണ് നമുക്ക് ഈ ഷിപ്പിൻ്റെ മെയിൻ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത്. ഇനി ഷിപ്പ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്, ആ ഡീറ്റെയിൽ കൂടി നമുക്ക് നോക്കാം. ഷിപ്പ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10-ാം തീയതി എത്തണമെങ്കിൽ കൊളംബോ പോർട്ട് ലക്ഷ്യമാക്കി ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാലദ്വീപ് ലക്ഷ്യമാക്കി ഷിപ്പ് പോവുകയാണ്. നമുക്ക് ഈ കൊളംബോ പോർട്ടിൽ ഇവിടെയാണ് നമ്മുടെ കൊളംബോ പോർട്ട്, നമ്മുടെ അല്ല ശ്രീലങ്കയുടെ കൊളംബോ പോർട്ട്. ഈ പോർട്ടിലേക്കാണ് നമ്മുടെ ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും 12-ാം തീയതിയാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക്, ഇതാ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് ഈ ഷിപ്പ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഭാഗമായിട്ട് എത്തുക. ഇതാണ് ഈ ഷിപ്പിൻ്റെ ഡീറ്റെയിൽ. ഇനി നമുക്ക് അടുത്ത ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അടുത്ത ഷിപ്പാവട്ടെ സീസ്ബാൻ സന്തോഷ്. നമുക്ക് ആദ്യം എടുക്കേണ്ട ഷിപ്പ് ഷെഡ്യൂളാണ് എടുക്കേണ്ടത്. ഷിപ്പ് ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 6/7/2024 സലാലയിലാണ്. അപ്പോൾ ഇപ്പോഴും ഷിപ്പ് സലാലയിൽ തന്നെ കാണും. അതിനുശേഷം 12/7/2024 6 മണിക്ക് കൊളംബോ പോർട്ടിലെത്തും. 13/7/2024 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 12 PM എത്തും എന്ന് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. IMO നമ്പർ 9301835. അതുമാത്രമല്ല, നമുക്ക് ഷിപ്പിൻ്റെ ലെന്താണ് നമുക്ക് നോക്കേണ്ടത്, ഓവറോൾ ഡയമെൻഷൻ. ഇത് ഷിപ്പിന് നേരത്തെ ഉള്ള ഷിപ്പിനെ കാട്ടിയും ഒരു 10 മീറ്റർ നീളം കൂടുതലാണ്. 260.1 ബെർത്ത് 32.3, മാക്സിമം ഡെപ്ത് 16.4, മാക്സിമം ഡ്രാഫ്റ്റ് 12.60, മാക്സിമം സ്പീഡ് 24.5. ഇതാണ് ഈ 2 ഷിപ്പിൻ്റെ ഡീറ്റെയിൽ. എങ്കിലും നമുക്ക് ഷിപ്പിൻ്റെ കറണ്ട് പൊസിഷൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. കറക്റ്റാണ്, സലാലയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന സീസ്ബാൻ സാൻഡോസ് എന്ന് പറയുന്ന ഷിപ്പുള്ളത്. ഇതാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന 2 ഷിപ്പ്. ഇനി നമുക്ക് അറിയേണ്ടത് സാൻ ബെർണാർഡോ ഇപ്പോൾ എവിടെ എത്തി എന്നാണ് അറിയേണ്ടത്. രാവിലെ ഞാൻ അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ ഷിപ്പ് കറണ്ട് പൊസിഷനാണ് നമുക്ക് അറിയേണ്ടത്. രാവിലെ മലാക്ക കടലിടുക്ക് പിന്നിട്ട് ഷിപ്പ് ഇപ്പോൾ മലാക്ക കടലിടുക്ക് പിന്നിട്ട് നമ്മുടെ ആൻഡമാൻ സീയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എത്തുന്നതായിരിക്കും. അതുമാത്രമല്ല, ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ് 17.7 ഷിപ്പിൻ്റെ സ്പീഡ് രാവിലെ 15 ആയിരുന്നു തോന്നുന്നു. ഇപ്പോൾ സ്പീഡ് കൂടിയിട്ടുണ്ട്, 17.7 തന്നെയാണ്. എസ്പെക്റ്റിൻ്റെ മാറിയിട്ടൊന്നുമില്ല. 11/7/2024 6 AM തന്നെയാണ്. ഞാൻ ഇൻഫോം റിസീവ് ചെയ്യുന്നത് 7/7/2024 4:31 PM തന്നെയാണ്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.